بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുസ്ദലിഫയിൽ ബാങ്കും ഇഖാമത്തും മഗ്രിബ് ഇശ സലാം മുസ്ദലിഫയിൽ ജമ്മു തഅഖീറായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഹുക്കുമിനെ കുറിച്ചുള്ള ഹദീസുകളും ആ റിവായത്തുകളാണ് പറഞ്ഞു. അത് റിവായത്തുകളുടെ വ്യത്യസ്തതക്കനുസരിച്ച് പണ്ഡിതന്മാർക്കിടയിലുള്ള ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം. ഇനി തുടർന്നുള്ള ഏതാനും ഹദീസുകളാണ്. ഒന്ന്, അൻ ആയിഷത റളിയല്ലാഹു عن عائشة وابن عمر رضي الله عنهم قال رسول الله صلى الله عليه وسلم إن بلالا يؤذن بليل فكلوا واشربوا حتى ينادي ابن أم مكتوم وكان رجلا أعمى لا ينادي حتى يقال له أصبحت أصبحت متفق عليه وفي آخره إدراج. وعن ابن عمر رضي الله عنهما أن بلالا أذن قبل الفجر فأمره النبي صلى الله عليه وسلم أن يرجع فينادي ألا إن العبد نام. رواه أبو داود وضعفه ولا أنا لا رواه أبو داود وضعفه. ഫജ്ർ ബാങ്കുമായി ബന്ധപ്പെട്ട അൻ ആയിഷത വബിൻ ഉമറ, ആയിഷയിൽ നിന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരിൽ നിന്ന് നിവേദനം. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ആയിഷയും ഇബ്നു ഉമറും, ഇബ്നു ഉമർ അബ്ദുള്ള ഇബ്നു ഉമർ, അവർ രണ്ടുപേരും പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ, ഇന്ന ബിലാലൻ തീർച്ചയായും ബിലാൽ യുഅദ്ദിനു ബാങ്ക് വിളിക്കും, ബിലൈലിൻ രാത്രി, ബിലൈൽ രാത്രി. ഫകുലു വഷ്റബു അപ്പോൾ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ഹത്ത യുനാദിയ ഇബ്നു ഉമ്മി മക്തൂം ഇബ്നു ഉമ്മു മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ. വകാന റജുലൻ ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹമായിരുന്നു റജുലൻ അഅമ അന്ധനായ ഒരു വ്യക്തിയായിരുന്നു. ലാ യുനാദി അദ്ദേഹം ബാങ്ക് വിളിക്കുമായിരുന്നില്ല, ഹത്ത യുഖാല ലഹ് അദ്ദേഹത്തോട് പറയപ്പെടുന്നത് വരെ. അസ്ബഹ്ത അസ്ബഹ്ത എന്താ അസ്ബഹ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, നേരം പുലർന്നിരിക്കുന്നു എന്ന ആശയം. അസ്ബഹ്ത ഇനി ദഖൽത ഫി സബാഹ് നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അസ്ബഹ്ത് മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. വഫി ആഖിരിഹി, ഈ ഹദീസിൻ്റെ ഒടുവിലുണ്ട് ഇദ്റാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിക്കാതെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്, ഇബ്നു ഉമറിൽ നിന്നുമാണ്. ഇവിടെ റളിയല്ലാഹു അൻഹും എന്നാണ്. ആയിഷ, അബ്ദുള്ള ഇബ്നു ഉമർ മൂന്ന് പേരുള്ളതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞത്. റിവായത്ത് ചെയ്യുന്നത് ഹദീസിന് ആയിഷയും ഇബ്നു ഉമറുമാണ്. അതുകൊണ്ടാണ് ഖാല അവർ രണ്ടുപേരും പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ ബിലാൽ രാത്രിയിൽ ബാങ്ക് വിളിക്കും. ഫകുലു വഷ്റബു അപ്പോൾ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാണ്. അത് റമദാനിലാകുമ്പോഴാണ്, റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൽ ബിലാലിൻ്റെ ബാങ്ക് കേട്ടിട്ട് നോമ്പിന് സമയമായി, അതുകൊണ്ട് ഇനി തിന്നാൻ പാടില്ല, കുടിക്കാനും പാടില്ല എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹത്ത യുനാദിയ ഇബ്നു ഉമ്മി മക്തൂം ഇബ്നു ഉമ്മ മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ. കാരണം ഇബ്നു ഉമ്മ മക്തൂം അദ്ദേഹം ബാങ്ക് വിളിക്കാറുള്ളത് ഉദയം ദർശിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറയും ഉദിച്ചിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം ബാങ്ക് വിളിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ബിലാലിൻ്റെയും ഇബ്നു മക്തൂമിൻ്റെയും ബാങ്കിന് കൂടുതൽ ഇടവേളല്ല, മനസ്സിലായില്ലേ? ചില റിവായത്തുകളിൽ കാന യസ്അദു ഹാദ വയൻസിലു ഹാദ എന്നാണ്. ബാങ്ക് വിളിച്ചിട്ട് ബിലാൽ ഇറങ്ങും മനാർത്തുമെന്ന്, അപ്പോൾ ഇബ്നു മക്തൂം കയറാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? രണ്ടാളുടെയും ബാങ്കിൻ്റെ ഇടയിൽ കുറച്ച് സമയം വ്യത്യാസമുള്ളൂ. അപ്പോൾ
ബിലാൽ ബാങ്ക് കൊടുത്ത ഏറെക്കുറെ അടുത്ത് തന്നെയാണ് ആര് ബാങ്ക് കൊടുക്കുക, ഇബ്നു മക്തൂം ബാങ്ക് കൊടുക്കുക. പക്ഷേ ബിലാലിൻ്റെ ബാങ്ക് അത് പിന്നെ ഉദയത്തിന് മുമ്പായിരുന്നു. ബാങ്ക് ശബ്ദത്തിലാണല്ലോ, നീണ്ടുകൊണ്ടാണല്ലോ. അപ്പോൾ പിന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സമയമാവുന്നതിന് മുമ്പായിരുന്നു ബാങ്ക് കൊടുത്തിരുന്നത്. അദ്ദേഹം മെനാർത്തുമെന്നുണ്ട് ഇറങ്ങുമ്പോൾ ഇബ്നു മക്തൂം ബാങ്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കയറുമായിരുന്നു എന്നാണ്. അങ്ങനെ രണ്ട് റിവായത്ത് കാണാൻ സാധിക്കും. ഒന്ന് ഇമാം ബുഖാരിൻ്റെ തന്നെ റിവായത്താണ്. കാന യർഖ ഹാദ വയൻസിലു ഹാദ. പിന്നെ ഇബ്നു മക്തൂം കയറും, അപ്പോൾ ബിലാൽ ഇറങ്ങുമായിരുന്നു. അതേപോലെ വേറെ റിവായത്തിൽ കാന യസ്അദു ഹാദ വയൻസിലു ഹാദ എന്നാണുള്ളത്. ഇവിടെ ബിലാൽ ഇബ്നു റബാഹ് നമുക്ക് വന്ന റാവിയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു മക്തൂം അദ്ദേഹം അംർ ഇബ്നു സായിദ ആണ്. അംറു ഇബ്നു സായിദ അദ്ദേഹത്തിൻ്റെ പേര്. അംർ ഇബ്നു സായിദ അൽ ഖുറശി അൽ ആമിരി. അദ്ദേഹം ഖുറൈശിയാണ്, ബനു ആമിർ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് അൽ ഖുറശി അൽ ആമിരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു ഉമ്മു മക്തൂം എന്നുള്ളത് ശരിക്കുന്ന ഉമ്മു മക്തൂമിൻ്റെ മകൻ എന്നാണ്. പേര് അംർ ഇബ്നു സായിദാണ്. അംർ ഇബ്നു സായിദ അൽ ആമിരി. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഫി അവാഖിരി ഖിലാഫത്തി ഉമറിൻ്റെ ഖിലാഫത്തിനൊടുവിലാണ് പിന്നെ ഇബ്നു ഉമ്മു മക്തൂം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മു മക്തൂമാണ്. ഉണ്ടോ ഉമ്മു മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം എന്നാണ്. ഉമ്മു മക്തൂമിൻ്റെ മകൻ. ഉമ്മാൻ്റെ പേര് ഉമ്മയിലേക്കാണ് ആര് ചേർത്തിട്ടുള്ളത്? ഇദ്ദേഹം ഈ സഹാബി ചേർത്തിട്ടുള്ളത്. ഉമ്മു മക്തൂം അത് ഉമ്മു മക്തൂം എന്നുള്ള വിളിപ്പേരാണ്. ആ സ്ത്രീയുടെ പേര്, ആ മഹദിയുടെ പേര് ആത്തിക അൽ മഖ്സൂമിയ എന്നാണ്. ആത്തിക അൽ മഖ്സൂമിയ. അപ്പോൾ ബനു മഖ്സൂം ഗോത്രക്കാരിയാണ് ഉമ്മ. അവരുടെ പേര് ആത്തിക, വിളിപ്പേരാണ് ഉമ്മു മക്തൂം. അംർ ഇബ്നു സായിദ. ഈ അംർ ഇബ്നു സായിദയാണ് അലൈഹിസ്സലാം സൂറത്ത് അബസൻ്റെ തുടക്കത്തിൽ ഉണ്ടല്ലോ, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക അല്ലാ യസക്ക. അവിടെ അൻ ജാഅഹുൽ അഅമ എന്ന് പറഞ്ഞാൽ ആ അഅമ ഉണ്ടല്ലോ, അന്ധൻ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നീരസത്തിൽ നെറ്റി ചുളിച്ചു എന്ന് പറയുന്ന ആ സംഭവം, അത് ഈ അംർ ഇബ്നു സായിദിൻ്റെ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വരുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ പറയും, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി. എൻ്റെ റബ്ബ് ആരുടെ വിഷയത്തിലാണോ എന്നെ ആക്ഷേപിച്ചത് അയാൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത് റസൂലുള്ളാഹി. അങ്ങനെ ഇബ്നു മക്തൂമിൻ്റെ വിഷയത്തിലാണ് റസൂലുള്ളാഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയത്. ഇദ്ദേഹം റസൂലുള്ളാഹിൻ്റെ മുഅദ്ദിനാണ്, ബ്ലൈൻഡാണ്, അന്ധനായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ബാങ്കികളിൽ ബിലാൽ, അതേപോലെ തന്നെ അബൂ മഹ്ദൂറ, സഅദുൽ ഖറബ്, അതേപോലെ തന്നെ അബ്ദുള്ള, ഈ അംർ ഇബ്നു സായിദ അൽ ആമിരി എന്ന ഇബ്നു ഉമ്മി മക്തൂം. ആത്തബനി എന്നാണ് ആക്ഷേപിച്ചു. ആത്തബനി മർഹബൻ ബി മൻ ആതബനി ഫീഹി റബ്ബി. തയ്യിബ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിനൊടുവിലാണ് ഇബ്നു ഉമ്മു മക്തൂം മരണപ്പെട്ടത്. ഇവിടെ ഈ ഹദീസിൽ ഒരു പള്ളിയിൽ 2 ബാങ്ക് നിശ്ചയിക്കാന്നുള്ളതിന് തെളിവുണ്ട് അല്ലേ? ഒരു പള്ളിയിൽ 2 ബാങ്കിക്ക് തെളിവുണ്ട്. അതേപോലെ തന്നെ സുബഹി ബാങ്ക് അത് സമയമാകുന്നതിന് മുമ്പ് തന്നെ നൽകാം എന്നുള്ളതിനും തെളിവുണ്ട്. പക്ഷെ സമയമായി എന്ന് അറിയിക്കാനുള്ള ബാങ്ക് വേണം. സമയമായാൽ അതറിയിക്കാനുള്ള ബാങ്ക് വേണം. അതാണ് ഇബ്നു മക്തൂമിൻ്റെ ബാങ്ക്. പക്ഷേ സുബഹിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് മറ്റൊരു ബാങ്കാകാം എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ട്. കാരണം എന്താ? നമസ്കാരത്തിലേക്കുള്ള വിളംബരാണ് ബാങ്ക്. നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണമാണ് എങ്കിൽ സുബഹിൻ്റെ ടൈമിൽ അത് 2 തവണ ആകുന്നതിൽ എന്തില്ല, ഇഷ്കാലില്ല. കാരണം ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു 2 തവണ ഉണർത്തലാവാൻ ഒരു ബാങ്ക് ഏറെ ആവുന്നതിൽ പ്രശ്നമല്ല. അത് ബിലാൽ റളിയല്ലാഹു അൻഹു അതിനായിരുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തിരുന്നത്.
പക്ഷേ ബിലാലിൻ്റെ ബാങ്ക് സമയമാകുന്നതിന് മുമ്പായിരുന്നു ഇബ്നു ഉമ്മു മക്തൂമായിരുന്നു സമയമായതിനു ശേഷം ബാങ്ക് കൊടുത്തിരുന്നത്. വകാന റജുലൻ അഅമ ലാ യുനാദി ഹത്താ യുഖാല ലഹു അസ്ബഹ്ത അസ്ബഹ്ത. ഈ വകാന റജുലൻ അഅമ എന്നുള്ള ഈ ഭാഗമുണ്ടല്ലോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കല്ല. ഹദീസിൽ എങ്ങനെ തുടങ്ങിയത്? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, അള്ളാഹു റസൂൽ പറഞ്ഞു എന്നാണ്. എന്താ റസൂൽ പറഞ്ഞത്? ഇന്ന ബിലാല യുഅദ്ദിനു ബിലൈലിൻ ഫകുലു വശറബു ഹത്താ യുനാദ ഇബ്നു ഉമ്മി മക്തൂം. അതുവരെയാണ് റസൂലുള്ളാഹിൻ്റെ വാക്ക്. പിന്നെ ഈ ഹദീസിൽ കാണുന്ന ഈ ഭാഗം എന്താണ്? വകാന റജുലൻ അഅമ ലാ യുനാദി ഹത്താ യുഖാല ലഹു അസ്ബഹ്ത അസ്ബഹ്ത എന്നുള്ളത് അതാണ് ഈ പറഞ്ഞത്. വഫി ആഖിരിഹി, ഈ ഹദീസിൻ്റെ ഒടുവിലുണ്ട് ഇദ്റാജുണ്ട്. ഇദ്റാജ് എന്ന് പറഞ്ഞാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാരുടെ വാക്ക് ഇതിൽ വരിക എന്നുള്ളതാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാരുടെ വാക്ക് ഹദീസിൽ വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈഖൂനി പിന്നെ കവിതാ സമാഹാരങ്ങളിൽ കാണാം മുസ്തലഹിൻ്റെ വിഷയത്തിൽ വൽ മുദ്റജാതു ഫിൽ ഹദീസി മാ അതത് മിൻ ബഅദി അൽഫാദി റുവാത്തി നിത്തസൽ, മിൻ ബഅദി അൽഫാദി റുവാത്തി നിത്തസലത്ത്, അങ്ങനെ കാണാം. അതായത് മുദ്റജാത്ത് എന്ന് പറഞ്ഞെങ്കിൽ ചില ഹദീസുകളിൽ എന്ത് ചെയ്യും? റാവിമാരുടെ വാചകം അതിനിടയിൽ വരും. ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും, ചിലപ്പോൾ നടുവിലായിരിക്കും, ചിലപ്പോൾ ഒടുക്കിലായിരിക്കും. അത് റസൂൽ പറഞ്ഞായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഹദീസുകളിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ തങ്ങളുടെ ചില വാക്കുകൾ പറയും. അത് ഹദീസിൻ്റെ ലഫ്ളിൽ വരും. പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വകാന റജുലൻ ആമ, ഇബ്നു ഉമ്മി മക്തൂം ബ്ലൈൻഡായ ഒരു മനുഷ്യനായിരുന്നു. ലാ യുനാദി ഹത്താ യുഖാല ലഹു അസ്ബഹ്ത 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 എന്ന് അദ്ദേഹത്തോട് പറയപ്പെടുന്നത് വരെ അദ്ദേഹം ബാങ്ക് വിളിച്ചിരുന്നില്ല എന്ന്. അതൊന്നുകിൽ ഇബ്നു ഉമറിൻ്റെ വാക്കാണ്, അല്ലെങ്കിൽ ഇമാം സുഹരിയുടേതാണ്. ഇമാം സുഹരിയുടേതാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ ഒരാളാണ് ഇമാം സുഹരി, മുഹമ്മദ് ഇബ്നു ഷിഹാബിന് സുഹരി. ഒന്നുകിൽ സുഹരിയുടേതാണ് അല്ലെങ്കിൽ ഇബ്നു ഉമറിൻ്റേതാണ്. ഏത്? ഈ വാക്ക് കാന റജുലൻ ആമ എന്നുള്ളത്. അത് ആരുടേതല്ല? റസൂലുള്ളാഹിൻ്റേതല്ല. പക്ഷെ അത് ഹദീസിൽ വന്നു. നമ്മൾ വായിക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഒരാൾ ഇതില്ലെങ്കിൽ എന്താ ഇപ്പോൾ വിചാരിക്കുക? അതും റസൂലുള്ളാഹിൻ്റെ വാക്കാന്നാണ് വിചാരിക്കുക, അല്ലേ? അങ്ങനെ പെട്ടെന്ന് റസൂലുള്ളാഹിൻ്റെ വാക്കാണ് എന്ന് തോന്നിപ്പോകും വിധം ഹദീസിൽ റാവിമാരുടെ വാക്ക് വരുന്നതിനാണ് എന്തെന്ന് പറയുക? മുദ്റജ് എന്ന് പറയാം. മുദ്റജ് അല്ലെങ്കിൽ അങ്ങനെ ചേർക്കുന്നതിനാണ് ഇദ്റാജ് എന്ന് പറയാം. മറ്റ് ഹദീസിൻ്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അതിന് സാക്ഷിയായവരുടെ മൊഴികൾ, ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇദ്റാജ് തിരിച്ചറിയാൻ പറ്റും. അത് റസൂലുള്ളാഹിൻ്റെ വാക്കല്ല, അത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയുടെ അഭിപ്രായമാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഈ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ ലിൽ അബ്ദുൽ മംലൂക്കി അജ്റാനി, ഒരടിമക്ക് 2 കൂലിയുണ്ട്. അടിമയായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് 2 കൂലിയുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു ഹദീസ്. ആ ഹദീസിൻ്റെ ഒരു ഇദ്റാജായിട്ട് വന്ന ഭാഗം കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദും ഹജ്ജും മബ്രൂറും എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യലുമില്ലായിരുന്നുവെങ്കിൽ ഒരടിമയായിട്ട് ജനിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചേനെ. മനസ്സിലായ? അപ്പോൾ പിന്നെ ഒരടിമയ്ക്ക് 2 പ്രതിഫലമുണ്ട്. അബ്ദുൽ മംലൂക്കി അജ്റാനി എന്ന് പറഞ്ഞ ഹദീസിൻ്റെ ഒടുവിൽ പിന്നെ ഹദീസിൽ എന്ന പോലെ വരികയാണ് എന്ത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദും അതേപോലെ മബ്രൂറായ ഹജ്ജും എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യലുമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരടിമയായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ചേനെ എന്ന് ജനിക്കാൻ ആഗ്രഹിച്ചേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ അത് റാവിയുടെ ഇദ്റാജാണ്, റാവിയുടെ വാക്കാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞതല്ല. എന്തുകൊണ്ട്? അത് ആ പ്രയോഗത്തിന് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതാണ് റസൂലുള്ളാഹിൻ്റെ ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ 6-ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് റാവിയുടെ പ്രയോഗമാണ്. ഇങ്ങനെ റാവിമാർ പറയുന്നതിനാണ് ഇദ്റാജ് എന്ന് പറയാം, മുദ്റജ് എന്ന് പറയാം. തയ്യം. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ഏതാനും മസ്അലകൾ ബാങ്കുമായി ബന്ധപ്പെട്ട്, സുബഹി ബാങ്കിന് 2 ബാങ്ക് ആകാം, ഒരു ബാങ്ക് അത് സമയം ആകുന്നതിന് മുമ്പും ആകുന്നതിൽ വിരോധമല്ല. ഇനി അടുത്ത ഹദീസ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിവേദനം, അന്ന ബിലാലൻ അസ്സന ഖബലൽ ഫജ്രി, അന്ന ബിലാൽ അസ്സന ഖബലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് ബാങ്ക് വിളിച്ചു. ഫഅമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു, അൻ യർജിഅ, മടങ്ങുവാനും,
ഫയുനാദി എന്നിട്ട് വിളിച്ച് പറയുവാനും, ബാങ്ക് വിളിച്ചോടത്തേക്ക് മടങ്ങാൻ, എന്നിട്ട് വിളിച്ച് പറയാൻ കൽപ്പിച്ചു. എന്താ കൽപ്പിക്കേണ്ടത്? അല ഇന്നൽ അബ്ദ ഖദ്നാം, അല ഇന്നൽ അബ്ദനാം, അങ്ങനെയുള്ളത്. അല അറിയുക, ഇന്നൽ അബ്ദനാം, അതായത് ഈ അടിമ ഉറങ്ങിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതായത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്കിന് സമയമാണിന് മുമ്പ് കയറി ബാങ്ക് വിളിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറഞ്ഞു അയ്യർജിയ മടങ്ങുവാനും ഫയുനാദി എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയാനും. എന്താ വിളിച്ചു പറയേണ്ടത്? അല ഇന്നൽ അബ്ദനാം, ഈ ദാസൻ ഉറങ്ങിപ്പോയതാണ്, അതുകൊണ്ട് മയക്കത്തിൽ വിളിച്ച് ബാങ്ക് കൊടുത്താണ്, ബോധമില്ലാതെ ബാങ്ക് കൊടുത്തു പോയതാണ്, സമയമായിട്ടില്ല. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? ബിലാൽ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തു, ഫജറിന് മുമ്പ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി ചെന്നിട്ട് അല ഇന്നൽ അബ്ദനാം എന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ്. കാരണം എന്താ? ആളുകളിപ്പോൾ ബാങ്ക് വിളിച്ചെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമല്ല. ഇത് അടിമ, അതായത് ബിലാൽ എന്നവർ ഉറങ്ങിപ്പോയതാണ്, അങ്ങനെ ഉറക്കത്തിൽ അറിയാതെ ബാങ്ക് കൊടുത്തു പോയതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഹദീസ് റവാഹു അബൂദാവൂദ് വദഅഫഹു, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, അദ്ദേഹം അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് ദുർബലാണിത്. ഹദീസ് ദുർബലാണ്. കാരണം ഈ ഹദീസ് അയ്യൂബ് സുഖ്തിയാനിയിൽ നിന്ന് ഹമ്മാദ് ബിൻ സലമ ഒറ്റപ്പെട്ട് റിവായത്ത് ചെയ്തതുകൊണ്ട് ഈ ഹദീസിനെ ദുർബലപ്പെടുത്തി എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഹദീസിൻ്റെ ആശയവും തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസിൻ്റെ ആശയവും തമ്മിൽ ഏറ്റുമുട്ടുണ്ടോ? രണ്ടും ഫജറിന് മുമ്പാണ്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? ബാങ്ക് വിളിച്ച്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ബിലാൽ രാത്രി ബാങ്ക് വിളിക്കുന്നതാണ്, ഫജറിന് മുമ്പ് ബാങ്ക് വിളിക്കുന്നതാണ്, അതിന് റസൂലുള്ളാഹി സമ്മതിക്കുകയാണ്. ഇവിടെയോ ഫജറിന് മുമ്പ് ബാങ്ക് വിളിച്ച്, അപ്പോൾ റസൂലുള്ളാഹി അതിനെ തിരുത്തുകയാണ്. ഉറങ്ങിയിട്ട് വിളിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് കിട്ടൂലേ? സുബഹി സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളി പാടുണ്ടോ ഇല്ലേ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫാണ്. ഹനഫികൾ ഒരു ഭാഗത്തും മാലിക്കികൾ, ഷാഫിഈകൾ, ഹംബലികൾ മറുഭാഗത്തും. ഹനഫികൾ പറഞ്ഞു സുബഹിൻ്റെ മുമ്പ് ആളുകളെ ഉണർത്താൻ എന്ന ബാങ്ക് പാടുള്ളതല്ല. അതിന് അവരുടെ തെളിവാണ് ഈ ഹദീസ്, ഇബ്നു ഉമറിൻ്റെ ഹദീസ്. എന്താ? ബിലാൽ ബാങ്ക് വിളിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ബിലാലിനോട് ചെന്നിട്ട് അടിമ ഉറങ്ങിപ്പോയതാണ് എന്ന് തിരുത്താൻ പറഞ്ഞു. ബാങ്കിന് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് അനുവദനീയമായിരുന്നുവെങ്കിൽ എന്ത് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല? ഇത് തിരുത്തേണ്ടിയിരുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹനഫികൾ പറഞ്ഞു സമയമാകുന്നതിന് മുമ്പ് സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഈ ഹദീസ് അബൂദാവൂദിൻ്റേതാണ്. ഇമാം അബൂദാവൂദ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഹദീസിൻ്റെ സനദിനെ കുറിച്ചുള്ള ഇഷ്കാലാണതിൽ. ഹമ്മാദ് ബിൻ സലമൻ്റെ റിപ്പോർട്ട്, അയ്യൂബ് സുഖ്തിയാനിയിൽ നിന്നുള്ള ഹമ്മാദ് ബിൻ സലമയുടെ റിപ്പോർട്ട്, അത് ഗൈർ മഹ്ഫൂദ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഗൈർ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ഷാദാണ്. കാരണം സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസിൻ്റെ ഉണ്ടല്ലോ വിശ്വാസ്യമായ ഈ റിപ്പോർട്ടിൻ്റെ റിവായത്തിന് എതിരിൽ വരുന്നുണ്ട് ഈ ആശയം. അതുകൊണ്ട് ഇത് ഗൈർ മഹ്ഫൂദ് ഷാദാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഇതിനെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ബലപ്പെടുത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സമയമാകുന്നതിന് ബാങ്ക് കൊടുക്കാൻ, സമയമാകുന്നതിന് മുമ്പ്, സുബഹിക്ക് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ അനുവാദം നൽകുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. മനസ്സിലായ? അതായത് ഇവിടെ ബാങ്ക് വിളിക്കാൻ ഉണ്ടല്ലോ, അനുവാദം ഉണ്ടല്ലോ, സമയമാണതിന് മുമ്പ് തന്നെ ബാങ്ക് വിളിക്കാം. ഫജറിന് ഇത് ഫജറിന് മാത്രം കേട്ടോ. ഫജറിന് ആളുകളെ ഉറക്കിൽ നിന്ന് ഉണർത്താൻ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാമെന്ന് ഈ സഹീഹായ ഹദീസിൽ തെളിവുണ്ട്. ഇത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റിവായത്താണ്. അതിനെതിരിലാണ് ഈ ഹദീസിൻ്റെ തേട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തി മാറ്റേണ്ടതില്ല. പിന്നെയോ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? ഈ പെർമിഷൻ ബിലാലിന് ലഭിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം. പെർമിഷൻ ബിലാലിന് ഇവിടെ ലഭിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പോൾ ഇഷ്കാലില്ല, അതിൽ ഇഷ്കാലില്ല. അപ്പോൾ രണ്ട് ഹദീസിനെയും നമുക്ക് ജമ്മ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞത് മനസ്സിലാണ്ട? ഹനഫികൾ പറഞ്ഞു ഈ ഹദീസ് കൊണ്ട് ഫജറിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ഉണർത്താനുള്ള ബാങ്ക് അത് പാടുള്ളതല്ല. പക്ഷേ
ഭൂരിപക്ഷ പണ്ഡിതന്മാർ മാലിക്കി മദ്ഹബിലെയും ഷാഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഫുഖാക്കൾ പറഞ്ഞു സുബഹിക്ക് മാത്രം സുബഹിൻ്റെ സമയമാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ബാങ്ക് വിളിക്കാവുന്നതാണ്. എന്നിട്ട് സമയമായിട്ട് രണ്ടാം ബാങ്ക്. അതാണ് ഈ സഹീഹായ ഹദീസുകൾ അറിയിക്കുന്നത്. കാരണം ഈ ഹദീസ് മാത്രമല്ല, വേറെയും ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇന്ന ബിലാലൻ യുഅദ്ദിന ബിലൈൽ ഫകുലു വഷ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തും. ഇന്ന ബിലാലൻ യുഅദ്ദിന ബിലൈൽ, ബിലാൽ രാത്രി ബാങ്ക് വിളിക്കും. ഫകുലു വഷ്റബു, അപ്പം നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും. ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തും, ഇബ്നു ഉമ്മി മക്തും ബാങ്ക് വിളിക്കണത് വരെ. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇതല്ലാത്ത വേറെ റിവായത്തുണ്ട്, വേറെ റിവായത്തുകളുണ്ട്. എന്ത് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാം എന്നുള്ളത് സുബൈക്ക് മാത്രം. അപ്പോൾ സഹീഹായ കുറേ ഹദീസുകളെ ഈ ഹദീസ് എന്ത് ചെയ്ത് അതിനെതിരായി വരികയാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ തേട്ടം എത്രയേ ഉള്ളൂ, ഇത് ഈ അനുവാദം ലഭിക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. അത്ര നോമ്പിനും നോമ്പല്ലാത്ത സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നോമ്പിന് മാത്രമല്ല ആളുകളെ വിളിക്കേണ്ടത്, നോമ്പല്ലാത്ത സമയങ്ങളിലും എന്ത് ചെയ്യാം എന്നാണ് ഈ പിന്നെ ബാങ്ക് ആകാവുന്നതാണ്. എങ്ങനെ അത് വേറെ വിഷയമാണ്. ശരിക്കും തഹജ്ജുദ് ബാങ്ക്, അത് തഹജ്ജുദ് ബാങ്ക് എന്നുള്ള അത് വിളിക്കുന്നത് വിധേയത്താണ് എന്നല്ല. പക്ഷേ അതിലുള്ള വിഷയം പിന്നെ ഈ ബാങ്ക് ഉണ്ടല്ലോ, സമയമാകുന്നതിന് മുമ്പുള്ള ബിലാലിൻ്റെ ബാങ്ക്, ആ ബാങ്കും ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ ബാങ്കും തമ്മിൽ വ്യത്യാസമല്ല. കാരണം എന്താ, ഒരാൾ ബാങ്ക് വിളിച്ച് ഇറങ്ങുമ്പോൾ മറ്റേ ബാങ്ക് എടുക്കാൻ കയറുകയാണ്. കുറഞ്ഞ കേപ്പേ ഉള്ളൂ. പക്ഷേ ഇത് പിന്നെ 1 മണിക്കൂറൊക്കെ ഇതാണ്. ആ വിഷയത്തിലുള്ള ഫുഖാക്കൾക്കിടയിൽ ഖിലാഫ്. ഹംബലികൾ പറഞ്ഞത് അർദ്ധരാത്രിക്ക് ശേഷം എപ്പോഴും എന്ത് ചെയ്യാവുന്നതാണ്, ബിലാലിൻ്റെ ഈ ബാങ്ക് ആവുന്നതാണെന്നാണ്. അതുകൊണ്ടാണ് 1 മണിക്കൂറൊക്കെ മുമ്പ് ബാങ്ക്. അങ്ങനെ ഹംബലികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാലിക്കുകളുടെയും ഷാഫിയാക്കളുടെയും പക്ഷമല്ല. ഇപ്പം തഹജ്ജുദിന് വിളിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ബാങ്ക്, മനസ്സിലായ? അതല്ല ഈ ബാങ്ക്. ഈ ബാങ്ക് എന്ന് പറയുന്നത് കേവലം സുബഹിക്ക് വേണ്ടിയിട്ടുള്ളതായ ഉണർത്തലാണ്. ഇനി അടുത്ത ഹദീസ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ബാങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചെന്നിട്ട് എന്ത് ചെയ്യാം, തിരുത്താം. കണ്ട, ഇവിടെ ബാങ്കിൽ തെറ്റ് പറ്റി. അപ്പോൾ എന്ത് ചെയ്ത് ചെന്നിട്ട് അല ഇന്നൽ അബ്ദനാം എന്നിവിടെ പറയുന്നത്, ഈ ബാങ്ക് കേട്ടാലൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, തിരുത്തി പറയണം. ഇന്നത്തെ കാലത്താണെങ്കിൽ അന്ന് അയാളെ പിരിച്ചുവിടും. ഒട്ട് وعن أبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم إذا سمعتم النداء فقولوا مثل ما يقول المؤذن متفق عليه. إيش هذا؟ عن أبي سعيد الخدري, أبو سعيد الخدري നിവേദനം. قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സമിഅ്തുമുൻ നിദ, നിങ്ങൾ ബാങ്ക് വിളി കേട്ടാൽ, ഇദാ സമയത്ത് നിങ്ങൾ കേട്ടാൽ, അന്നിദ, നിദ എന്ന് പറഞ്ഞാൽ അദാൻ, ബാങ്ക് വിളി. ഇദാ നൂദി അലിസ്സലാം എന്ന് പറഞ്ഞേ, അതാണ് നിദ വിളി. ബാങ്ക് വിളി നിങ്ങൾ കേട്ടാൽ, ഫഖൂലു, നിങ്ങൾ പറയണം, മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നത് പോലെ, പറയുന്നതിന് തുല്യമായിട്ട്. മിസിൽ എന്ന് പറഞ്ഞാൽ അവിടെ നബീർ, അതിന് തുല്യമായിട്ടുള്ള വാക്ക് നിങ്ങളും പറയണമെന്നാണ്. ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, ഖൗലൻ മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നത് പോലുള്ള അതിന് തുല്യമായ വാക്ക് പറയണം. മുത്തഫഖുൻ അലൈഹി. ഇത് അബൂ സഈദ് അൽ ഖുദരിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ നിദാ കേട്ടാൽ ഫഖൂലു, അപ്പം തന്നെ പറയണമെന്നാണ്. മിസ്ലമാ യഖൂൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നതിന് തുല്യമായ വാക്ക്. ഇനി അടുത്ത ഹദീസ് കൂടി വായിക്കണം, അപ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാകാൻ. വലിൽ ബുഖാരി അൻ മുആവിയത മിസ്ലഹു, വലിൽ ബുഖാരി കൊണ്ട് അൻ മുആവിയത റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു തൊട്ട് മിസ്ലഹു, ഇതുപോലുള്ള ഹദീസ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഇദാ സമയത്തും നിദാ ഫഖൂലു മിസ്ലമാ യഖൂൽ മുഅദ്ദിൻ എന്നതിന് തുല്യമായിട്ടുള്ള ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, മുആവിയയിൽ നിന്ന് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. വലി മുസ്ലിമിൻ അൻ ഉമർ റളിയല്ലാഹു അൻഹു ഫി ഫദ്ലിൽ ഖൗലി കമാ യഖൂലുൽ മുഅദ്ദിനു കലിമതൻ കലിമ സിവൽ ഹൈഅലതൈനി ഫയഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഉണ്ട്. വലി മുസ്ലിമിനുണ്ട്, ഇമാം മുസ്ലിമിനുണ്ട്. ആരിൽ നിന്ന്? അൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഏത് വിഷയത്തിൽ? ഫി ഫദ്ലിൽ ഖൗൽ കമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നത് പോലെ പറയുന്നതിൻ്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ. മുഅദ്ദിൻ പറയുന്നത് പോലെ
പറയുന്നതിൻ്റെ ഫضലിൻ്റെ വിഷയത്തിൽ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഉമറിൽ നിന്ന് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട്. കമാ യഖൂൽ മുഅദ്ദിനു കലിമതൻ കലിമ, ഓരോ കലിമയും എന്ന് പറഞ്ഞാൽ എന്താ? ഉമറിൻ്റെ ഹദീസിലുള്ളതാണ്. ഇദാ ഖാലൽ ഇമാമു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇമാം അല്ല അസ്തഗ്ഫിറുല്ലാഹ്, ബാങ്കി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞെങ്കിൽ കേൾക്കുന്ന ആൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ എന്ന് പറയണം. ബാങ്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ എന്ത് ചെയ്യണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് കലിമതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെന്തായിട്ട് പിന്നെ ഒറ്റയടിയായിരിക്കും. ബാങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ, ബാങ്ക് വിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് കൂട്ടിയടി, അത് പാടുള്ളതല്ല. ജാമാക്കി അറിഞ്ഞില്ലേ, അത് പാടുള്ളതല്ല. പ്രത്യുത പിന്നെ ബാങ്ക് വിളിക്കുന്ന ആൾ ഓരോ കലിമ പറയുമ്പോഴും അതെന്ത് ചെയ്യുക? കേൾക്കുന്ന ആളെന്ത് ചെയ്യുക? ആവർത്തിക്കുക എന്നുള്ളതാണ്, ഏറ്റുപറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഈ ഉമറിൻ്റെ ഹദീസിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതയാണ്. ബാങ്കി പറയുന്നത് പോലെ ഓരോ കലിമത്തും പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസാണ് ഉമറിൽ നിന്ന് റിപ്പോർട്ട്. അതൊന്നുകിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ ഫദിലുള്ളത്. അപ്പോൾ വലി മുസ്ലിമിൻ അൻ ഉമറ, ഉമറിൽ നിന്ന് മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട് ഫി ഫദലിൽ ഖൗലി കമാ യഖൂലുൽ മുഅദ്ദിനു കലിമതൻ മുഅദ്ദിന് പറയുന്നത് പോലെ ഓരോ കലിമത്തും പറയുന്നതിൻ്റെ മഹത്വത്തിൻ്റെ വിഷയത്തിൽ ഉമറിൽ നിന്ന് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട്. സിവൽ ഹൈഅലതൈനി, ഏതൊഴിച്ച്? ഹൈഅലതൈനി ഒഴിച്ച്. ഹൈഅലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഅല എന്ന് പറഞ്ഞെങ്കിൽ ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയലാണ്. അതിനാണ് എന്ത് പറയുക? ഹൈഅല എന്ന് പറയാം. രണ്ട് ഹൈഅലുണ്ട്, ഹയ്യ അല സ്വലാത്തും ഉണ്ട്, ഹയ്യ അലൽ ഫലാഹും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈഅലത്തൈനി എന്ന് പറയുന്നത്. രണ്ട് ഹൈഅലത്തൈനി ഒഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ മുഅദ്ദിൻ പറയുന്നത് പോലെ ഓരോ കലിമത്തും പറയുന്നതിനുള്ള ശ്രേഷ്ഠത പറയുന്ന ഉമറിൻ്റെ ഹദീസ്, അതിൽ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട് എന്ത്? ഫയഖൂലു, പറയണം, ഹൈഅലൻ്റെ സമയത്ത് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പിന്നെ ഉമറിൻ്റെ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലാണ് ബാങ്കി പറയുന്നത് പോലെ ഓരോ കലിമത്തും ആവർത്തിച്ച് പറയണം, ഹൈഅലത്തൈനിൻ്റെ സമയത്ത് ഒഴിച്ച്. അപ്പം എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് പറയേണ്ടത്. എന്നാൽ മുആവിയയിൽ നിന്നും അബൂ സഈദിൽ ഖുദ്രിയിൽ നിന്നുമുള്ള ഹദീസിൽ എന്താ ഉള്ളത്? ബാങ്കി എന്താണ് പറയുന്നത് അതുപോലെ പറയണമെന്നാണ്. അപ്പോൾ ഈ ഹദീസ് മാത്രം എടുക്കുകയാണെങ്കിൽ എന്താണ് വരിക? ഹയ്യ അല സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്നുള്ളിടത്ത് എന്ത് പറയണമെന്നുണ്ട് കിട്ടുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് കിട്ടൂല. തയ്യിബ്. അപ്പോൾ ഈ ഹദീസിൽ അൻ അബീ സഈദിൽ ഖുദ്രി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ്തുമുൻ നിദാ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണം. അപ്പം ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് കേൾക്കുമ്പോൾ അതേപോലെ പറയണം. തയ്യിബ്. വലിൽ ബുഖാരി അൻ മുആവിയത മിസ്ലഹു, മുആവിയയിൽ നിന്ന് ബുഖാരിക്കും ഇതേപോലെ റിവായത്തുണ്ട്. എന്നാൽ ഇമാം മുസ്ലിം ഉമറിൽ നിന്ന് ഇങ്ങനെ ഏറ്റു പറയുന്നതിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസിലുണ്ട് എന്ത്? ഹയ്യ അല സലാഹ് ഹയ്യ അൽ ഫലാ എന്നുള്ളിടത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. മനസ്സിലായോ? ഇവിടെ ഒരു മസ്അല പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അബൂ സഈദിൽ ഖുദ്രിയുടെയും മുആവിയയുടെയും ഹദീസിൽ ബാങ്ക് കൊടുക്കുന്ന ആൾ എന്താണോ ബാങ്ക് കൊടുക്കുന്നത് അത് തന്നെ പറയണമെന്നാണ്. അപ്പോൾ എന്ത് കിട്ടൂല? ഇത് പറയണമെന്ന് കിട്ടൂല. എന്നാൽ ഉമറിൽ നിന്നുള്ള ഹദീസിൽ എന്തുണ്ട്? ഹയ്യ അല സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്നിടത്ത് എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. അപ്പോൾ ഏത് ഹദീസിനെ നമ്മൾ എടുക്കുക? ബുഖാരി റിപ്പോർട്ട് ചെയ്തതിനെ എടുക്കുക, മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിനെ എടുക്കുക? എങ്ങനെ? ബുഖാരി റിപ്പോർട്ട് ചെയ്തതിനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നമ്മൾ പറയില്ല? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയില്ല. ബുഖാരിയുടെ റിപ്പോർട്ട് ആമാണ്, ഇത് ഖാസാണ്. മനസ്സിലല്ലേ? അപ്പോൾ ആമിനേക്കാൾ ഖാസിനെ മുന്തിപ്പിക്കും,
ഖാസിനെ മുന്തിപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ ഹദീസ് പ്രകാരം അമലെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആമായി പറഞ്ഞതിനെ എന്ത് ചെയ്തിട്ട് വേറെ റിവായത്തിൽ ഖാസാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഖാസായതിനെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ 2 ഹദീസ് കൊണ്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ വാങ്ങി കൊടുക്കുന്നത് പോലെ പറയുക, ഈ സമയത്ത് ഹൈ അലയുടെ സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല എന്ന് പറയുക. എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അർത്ഥം? ലാ ഹൗല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഹറക്കത്ത് എന്നാണ്, ചലനം ഇല്ല എന്നാണ്, യാതൊരു ചലനവുമില്ല. വലാ ഖുവത എന്ന് പറഞ്ഞാൽ വലാ ഇസ്തിതാഅത്ത് എന്നാണ്, സാധ്യതയും ഇല്ല, ചലനവും ശേഷിയുമില്ല എന്നാണ്. ഖുവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിതാഅത്ത്, ഹൗൽ എന്ന് പറഞ്ഞാൽ ഹറക്കത്ത്, ചലനം. അപ്പോൾ ലാ ഹറക്കത്ത വലാ ഇസ്തിതാഅത്ത ഇല്ലാ ബില്ല, ആരെ കൊണ്ടല്ലാതെ? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതിനാണ് ഹൗഖല എന്ന് പറയാം. ഹൗഖല അങ്ങനെ പറയണീന് എന്താ പറയുക? ഹൗഖല എന്ന് പറയും. അല്ലെങ്കിൽ ഹഖ്വല എന്ന് പറയും. ഹഖ്വല കെലിമ മൻഹൂത്ത എന്നതിന് പറയുക. അതായത് ഇങ്ങനെ ഓരോ കെലിമത്തിൽ നിന്ന് ചില പദങ്ങളെ മാത്രം എടുത്തിട്ട് ഒരു കെലിമത്ത് ഉണ്ടാക്കുക. ഇപ്പോൾ ഇത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല എന്നുള്ളതിൽ കണ്ടോ, ഈ ഹൗല എന്നുള്ളതിൽ ഹൗന്നും അതേപോലെ തന്നെ ഖുവത എന്നുള്ളതിലെ ഖാഫും ഇല്ലാ ബില്ല എന്നുള്ളതിലെ ഈ ലാമും ഇതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഈ ഹൗക്കല ഉണ്ടാക്കിയത്. ഇതേപോലെ ഹൈ അല ഇങ്ങനെ പറയും. അങ്ങനെ കുറേ ഉണ്ട്. സബ്ഹല, ഹസ്ബല, അങ്ങനെയൊക്കെ ഉണ്ട്. ഹൗക്കല വളരെ മഹത്തുള്ളൊരു കലിമത്താണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ഒരു കെൻസ് ഞാൻ അറിയിച്ചു തരട്ടെ? കെൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിധി. അപ്പോൾ നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയുക എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു രൂപത്തിൽ കാണാം, നിങ്ങൾക്ക് സ്വർഗീയ കവാടം ഞാൻ അറിയിച്ചു തരട്ടെ, ഒരു സ്വർഗത്തിൻ്റെ കവാടം. അപ്പോൾ സ്വർഗീയ കവാടം നമുക്ക് തുറക്കാനുള്ള ഒരു കെലിമത്ത് അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് ചില ആളുകൾ മുസീബത്തിൻ്റെ ടൈമിലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയുന്നത്. എന്തെങ്കിലും മുസീബത്തേറ്റാൽ പറയാനുള്ളതല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പിന്നെയോ ഇതൊരു സഹായത്തേട്ടാണ്, ഇസ്തിആനത്താണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കുള്ളൊരു ആശ്ചര്യകരമായ കാര്യം കേട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് നിർവഹിക്കാനുള്ളതായ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പിന്നെ ആ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, ഫലൗല ഇദ് ദഖൽത ജന്നത ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. കണ്ടോ, അതൊക്കെ സഹായത്തേട്ടാണ്, ഒരു സഹായത്തേട്ടാണ്. അപ്പോൾ ഈ കലിമത്ത് ഒരിക്കലും ഒരു മുസീബത്തിൻ്റെ സമയത്ത് പറയേണ്ട ഇസ്തിർജായിൻ്റെ വചനമല്ല. ഒരു മുസീബത്ത് കാണുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ നമ്മളാളുകൾ പറയും. പക്ഷെ അതല്ലത്, ഇത് മുസീബത്തിൻ്റെ സമയത്ത് പറയേണ്ടതല്ല. പിന്നെ ഇത് ഇസ്തിആനത്തിൻ്റെ തേട്ടാണ്, സഹായത്തേട്ടാണത്. എനിക്ക് യാതൊരു ചലനശേഷിയും ഒരു കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല, അതുകൊണ്ട് അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള തേട്ടാണത്. മുസീബത്ത് ഉണ്ടാകുമ്പോൾ പറയാനുള്ളതല്ലത്. ഏത് സമയത്ത് പറയാം, പ്രത്യേകിച്ച് ഇതാണ് കണ്ടോ. അപ്പോൾ ഹയ്യ അല സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചോനെ നീ എന്നെ ആ വിജയം നേടാൻ, ആ നമസ്കാരം ലഭിക്കാൻ, യഥാവിധം ലഭിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള തേട്ടാണത്. ഇസ്തിആനത്തിൻ്റേതാണത്, ഇസ്തിർജാവിൻ്റേതല്ല. പിന്നെ എപ്പോഴാണ് ഒരാൾ ബാങ്ക് വിളിക്കുമ്പോൾ പിന്നെ ബാങ്ക് വിളിക്കുന്നത് പോലെ പറയേണ്ടത് എന്നുള്ളത് ഇന്ന് കിട്ടും ഈ ഒമറിൻ്റെ റിപ്പോർട്ടിൽ. എങ്ങനെ മുഅദ്ദിന് പറയുമ്പോൾ കെലിമത്തൻ പറയണമെന്നാണ്. അതുകൊണ്ടാണ് ഒമറിൻ്റെ റിവായത്തിൽ കാണാൻ മുഅദ്ദിന് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. അങ്ങനെ കഴിഞ്ഞ ശേഷം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മി സലമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ ഇമാം നസായിയുടെ റിവായത്തിൽ കാന കമാ യഖൂലുൽ മുഅദ്ദിനു ഹീന യസ്കുത്, മുഅദ്ദിൻ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. കാന യഖൂലു കമാ യഖൂലുൽ മുഅദ്ദിൻ ഹീന യസ്കുത്, മുഅദ്ദിൻ പിന്നെ ബാങ്കിൻ്റെ ലഫ്ള് പറഞ്ഞ് അവസാനിക്കുമ്പോൾ മൗനം ദീക്ഷിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹു അക്ബർ എന്നിട്ട് മിണ്ടൂലല്ലോ കുറച്ച് സമയം, ആ സമയത്ത് പറയുമായിരുന്നു എന്നാണ്. അത് അബൂ മഹ്ദൂറയുടെ ഹദീസ വിഷയത്തിൽ വന്നിട്ടില്ല അല്ലേ? ഇതിന് അസ്സലാത്തു ഖൈറു മിനൻ നൗമിൻ്റെ നമുക്ക് വന്നില്ല, ഇതിന് മുമ്പ് റിവായത്ത് വന്നിട്ടില്ല ഇല്ല. പിന്നെ അബൂ മഹ്ദൂറക്ക് റസൂലുള്ള ബാങ്ക് വിളിച്ച ഹദീസിൽ, അബൂ മഹ്ദൂറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് പഠിപ്പിച്ച ഹദീസിൽ ഇമാം തുർമുദിയുടെ റിവായത്തിൽ കാണാം, നീ ഫജ്റിൻ്റെ ബാങ്കിലാണ് എങ്കിൽ
ഈ ഹയ്യ അല ഫലാക്ക് ശേഷം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ റിവായത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. കേൾക്കണമല്ലോ അതേപോലെ പറയണം. സദക്ത വ ബരീർത്ത എന്ന് പറയും. ബറർത്ത സദക്ത വ ബറർത്ത എന്ന് പറയും ചിലർ. അതിന് തെളിവില്ല. അതേപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ കദ്കാമത്തി സലാ എന്ന് പറയുമ്പോൾ അഖാമഹ അല്ലാഹു വ അദാമഹ അല്ലാഹ് വ അഖാമഹ എന്ന് പറയും. അതും എന്തല്ല സഹിയായി വന്നിട്ടില്ല. അങ്ങനത്തെ ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത് പറയാൻ പാടുള്ളതല്ല. ഇവിടെ ഹയ്യ അല സലാ ഹയ്യ അലൽ ഫലാ എന്നുള്ളിടത്ത് മാത്രമാണ് എന്ത് പറയാൻ പറഞ്ഞത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതല്ലാത്ത ബാങ്കിൻ്റെ ലഫ്ദിലൊക്കെ എന്താണ് ആ ബാങ്കി പറഞ്ഞത്? അത് പറയുക എന്നുള്ളതാണ്. ഇമാം എനിക്ക് തോന്നുന്നു അബ്ദുറഹ്മാൻ നാസിർ സഅദി ഇപ്പോഴത്തെ ഈ ഇബ്നു ഉസൈമീൻ പോലുള്ളതായ പണ്ഡിതന്മാരുടെ ഉസ്താദാണ് നാസിർ സഅദി. അദ്ദേഹത്തിന് ഒരു തഫ്സീറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് വായിച്ചപ്പോൾ അദ്ദേഹം ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോഴും എന്ത് പറയാം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയാം. പക്ഷേ അതിനും തെളിവില്ല, ഹദീസിൻ്റെ തെളിവില്ല. ഹദീസിൻ്റെ തെളിവ് ഹയ്യ അലൽ സ്വലയും ഹയ്യ അലൽ ഫലാഹും പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയലാണ്. ഇഖാമത്തിൻ്റെ സമയത്ത് എന്ത് പറയുന്നുള്ളതാണ്. അതിൽ ചില പണ്ഡിതന്മാർ ഇഖാമത്തിൻ്റെ സമയത്തൊന്നും പറയാൻ ഇല്ല എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് ഇഖാമത്തും ബാങ്ക് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാ ബൈനൽ അദാനൈനി സലാ എന്നാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ നിസ്കാരം ഉണ്ട് എന്നാണ്. അപ്പോൾ അവിടെ അദാനൈനി എന്നാണ് പറഞ്ഞത്. എന്താ അദാനൈനി എന്ന് പറഞ്ഞാൽ? 2 ബാങ്ക്. ഏതാ ഉദ്ദേശം? ബാങ്കും ഇഖാമത്തുമാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആൾ മുഅദ്ദിനാണ്, ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ആര് തന്നെയാണ്? മുഅദ്ദിനാണ്. അപ്പോൾ ഇവിടെ ബാങ്ക് പറയുന്നത് പോലെ നിങ്ങൾ പറയാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇഖാമത്തിൻ്റെ സമയത്തും ഇഖാമത്ത് കൊടുക്കുന്നവൻ പറയുന്നത് പോലെ പറയുക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ആ അഭിപ്രായമാണ് ഷെയ്ഖ് അൽബാനി, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൽ ജമീ അവരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത്. ഇഖാമത്ത് കൊടുക്കണം പറയുന്നത് പോലെ നമ്മളും പറയുക എന്നുള്ളത്. അതിനുശേഷം അല്ല അങ്ങനല്ല. അങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അത് ബാങ്കിൻ്റെ ലാസ്റ്റ്, ബാങ്കിന് ശേഷം പറഞ്ഞു എന്നുള്ളതാണ് ഹദീസിൻ്റെ ലഫ്ദിൽ നിന്ന് മനസ്സിലാണത്. മറ്റേതൊക്കെ ബാങ്ക് കൊടുത്ത് ബാങ്ക് പറഞ്ഞതുപോലെ പറയാനാണ്. തയ്യബ്. ഇനി അടുത്ത ഹദീസ്. കുറേ സ്ഥലത്തുനിന്ന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാങ്കിന് നമ്മൾ കൊടുത്ത് ജവാബ് കൊടുത്ത് വേറൊരിടത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ ഒന്നിനു ശേഷം വേറെ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ കേൾക്കണ ബാങ്കിനൊക്കെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഹദീസിൻ്റെ ലഫ്ദുകൾ മനസ്സിലാക്കി തരുന്നത്. ചില അമലുകളുണ്ട്, ആ അമലുകൾ ആവർത്തിക്കാൻ തെളിവില്ല. അതേസമയം മറ്റു ചില അമലുകളുണ്ട്, ആ അമലുകൾ എത്രയാണ് നമ്മൾ കേൾക്കണത് അത്രയും ആവർത്തി. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ഒരിക്കൽ ചൊല്ലി, പിന്നെ റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുകയാണെങ്കിൽ സലാത്ത് ചെല്ലൂലേ. അപ്പോൾ അത്തരം അമലുകൾ കേൾക്കുന്നതിനനുസരിച്ച് ആവർത്തിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളി കേൾക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ജവാബിന് ആവർത്തിക്കലാണ് ഉത്തമം എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു ആലം. അല്ല, ബാങ്ക് മുഅദ്ദിനെ കേട്ടാലാണ്, എന്തെങ്കിലും പറയണതിനല്ല നമ്മളോട് പ്രതികരിക്കുന്നത്. ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഇതാ സമിഅതുമുൽ മുഅദ്ദിൻ, നിങ്ങൾ മുഅദ്ദിനെ കേട്ടാൽ എന്നാണ്. മുഅദ്ദിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅദ്ദിന് ചില ഷർത്തുകളുണ്ട്. മുഅദ്ദിൻ അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതേപോലെ തന്നെ അയാൾക്ക് ചില അദബുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾക്ക് നിയ്യത്തുണ്ട്. യന്ത്രത്തിനും പിന്നെ റേഡിയോനൊക്കെ എന്ത് നിയ്യത്താ? അത് മുഅദ്ദിനല്ല. അടുത്ത ഹദീസ് വാൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ യാ റസൂലല്ലാഹ്. ഇവിടെ കുൽത്തൂന്നുണ്ടോ നിങ്ങളതിൽ? കുൽത്തൂന്നുണ്ടോ? കാലാന്ന് കഴിഞ്ഞിട്ട് കുൽത്തൂന്നുണ്ടോ? കാലാന്നുള്ളൂ, കുൽത്തൂന്നില്ല. യാ റസൂലല്ലാഹ് ഇജ്അൽനി ഇമാമ ഖൗമി ഫഖാൽ അൻത ഇമാമുഹും വഖ്തദി ബിഅദ്അഫിഹിം
വത്തഖിദ് മുഅദ്ദിനൻ ലാ യഅഖുദു അലാ അദാനിഹി അജ്റ അഖ്റജഹുൽ ഖംസത്തു വഹസ്സനഹു തുർമുദി വസഹഹഹു അൽ ഹാക്കിം. വാൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ്, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അദ്ദേഹം അത്വായിഫി അസ്സഖഫിയാണ്. അത്വായിഫി അദ്ദേഹം ബനൂ സഖീഫ് ഗോത്രക്കാരനാണ്, തായിഫുകാരനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അത്വായിഫി അസ്സഖഫി ആണ്. അദ്ദേഹം ഹിജ്റയുടെ 9 തായിഫ് ഗോത്രം ഒന്നായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്ന്, തായിഫ് നിന്ന് കുറേ സഖീഫ് ഗോത്രം വന്ന് തായിഫിൽ നിന്ന്. അപ്പോൾ അവരുടെ കൂടെ ഈ ഉസ്മാൻ ബിൻ അബിൽ ആസും വന്ന് മദീനയിലേക്ക് ഹിജ്റയുടെ 9 ആമുൽ വഫൂദിൽ. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു അത് ഉസ്മാൻ ബിൻ അബിൽ ആസ് ആയിരുന്നു. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അബിൽ ആസ്. ഇവിടെ നമുക്ക് മുആവിയ ആദ്യമായിട്ട് വരികയല്ലേ? മുആവിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞോ? മുആവിയ ഇതിനു മുമ്പ് വന്നോ? മുആവിയ ഇബ്നു അബിൽ സുഫിയാൻ, മുആവിയ ഇബ്നു അബി സുഫിയാൻ, സഖ്ർ ബിൻ ഉമയ്യ, മുആവിയത്ത് ഇബ്നു അബി സുഫിയാനാണ്. മുആവിയ ഇബ്നു അബി സുഫിയാൻ്റെ ഉമ്മ ഹിന്ദ് ബിന്ദു ഉത്ബയാണ്. ഹിന്ദ് ബിന്ദു ഉത്ബ. അബു അബ്ദുറഹ്മാനാണ് മുആവിയ. മുആവിയ അദ്ദേഹം ഹിജ്റയുടെ 60 ഡമസ്കസിലാണ് മരിക്കുന്നത്. ഹിജ്റയുടെ 60 ദിമഷ്കിൽ മരണപ്പെട്ടു. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ്. മക്കം ഫത്തഹിൻ്റെ ഒക്കെ മുമ്പാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹിജ്റയുടെ 7 ഖൈബർ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ രാജാവാണ് മുആവിയ. ഹിജ്റയുടെ 60 ഡമസ്കസിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഉസ്മാൻ ബിൻ അബിൽ ആസ് അദ്ദേഹം അത്വായിഫി അസ്സഖഫി. ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു മരണപ്പെടുന്നത് ഹിജ്റയുടെ 51 മുആവിയൻ്റെ ഖിലാഫത്തിൽ തന്നെ. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം തായിഫിൽ ഗവർണറായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലും ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്കത്തിലും. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തെ ബഹ്റൈൻ്റെയും അതേപോലെ ഒമാൻ്റെയും ഒക്കെ ഖിലാഫത്തെ ഏൽപ്പിച്ച്, പിന്നീട് അദ്ദേഹത്തിന് ബസറയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച്, അങ്ങനെ ബസറയെ നാഗരികവൽക്കരിച്ചത് ഉസ്മാൻ ബിൻ അബിൽ ആസാണ്. അങ്ങനെ ബസറയിൽ തന്നെയാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ് പിന്നീട് മരണപ്പെട്ടത് ഹിജ്റയുടെ 51 മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ. ഉസ്മാൻ ഇബ്നു അബിൽ ആസിനെ എല്ലാവരും കേട്ടാണ്. ഏത് വിഷയത്തിൽ? റുഖ്യ ശർഈൻ്റെ വിഷയത്തിൽ. ഉസ്മാൻ ബിൻ അബിൽ ആസ് ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹിനോട് അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി വേദനയുള്ളടത്ത് കൈവച്ചിട്ട് ബിസ്മില്ലാ എന്ന് 3 തവണ പറയാനും അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് 7 തവണ പറയാനും അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഉസ്മാൻ ബിൻ അബിൽ ആസിൻ്റെ മാതാവ് റസൂലുള്ളാഹിൻ്റെ വിലാദത്തിന് സാക്ഷിയായ സ്ത്രീയാണ്. ഉസ്മാൻ ബിൻ അബിൽ ആസിൻ്റെ ഉമ്മ റസൂലുള്ളാഹിൻ്റെ ജനനത്തിന് സാക്ഷിയായ ഒരു സ്ത്രീയാണ്. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദഹബിയൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ പ്രസവെടുക്കാൻ സഹായിക്കൂല്ലേ, അപ്പം ആ രീതിയിൽ. ഏതായാലും ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അദ്ദേഹത്തിനാണ് ഈ ഹദീസ് നിവേദനം. അദ്ദേഹം തായിഫിൽ നിന്ന് സഖീഫ് ഗോത്രം മദീനയിലേക്ക് വന്നപ്പോൾ റസൂൽ ആ ഗോത്രത്തിൽ വന്ന്, അപ്പോൾ അദ്ദേഹം പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ റസൂലുള്ള മസ്ജിദുൻ നബവിൻ്റെ ഒരു ഭാഗത്ത് അവർക്ക് താമസിക്കാനുള്ള ഒരു കുബ്ബ ഉണ്ടാക്കി. ആർക്ക്? സഖീഫ് ഗോത്രത്തിന് താമസിക്കാൻ. അങ്ങനെ ആ സഖീഫ് ഗോത്രം മുഴുവൻ ആ കുബ്ബയിൽ താമസിക്കുമ്പോൾ ഇദ്ദേഹം കുട്ടിയാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ്. ഇദ്ദേഹം എപ്പോഴും റസൂലുള്ളാഹിൻ്റെ കൂടെ നടക്കുകയും അങ്ങനെ ഖുർആൻ കൂടുതൽ മനപ്പാടാക്കുകയും അങ്ങനെ സുന്നത്തുകൾ കൂടുതൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മത കണ്ട് റസൂൽ മനസ്സിലായി. അതിൽ പിന്നെയാണ് ഈ പറയുന്ന സംഭവം. അത് ഇതിന് മനസ്സിലാക്കണം. റസൂലുള്ളാഹിൻ്റെ കൂടെ നടന്ന് ഖുർആൻ കൂടുതൽ മനപ്പാടാക്കി, പിന്നെ കുറേ ഹദീസുകൾ സുന്നത്തുകൾ പഠിച്ച് ഇദ്ദേഹത്തിൻ്റെ നൈപുണ്യവും ബുദ്ധി കൂർമ്മതയും റസൂലുള്ളാഹി മനസ്സിലാക്കി. അതാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ്.
ഇനി എന്താ ഹദീസിൽ പറയുന്നത്? ഖാല ഉസ്മാൻ ബിൻ അബിൽ ആസ് പറയാണ്, യാ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇജാൽനി ഇമാമ ഖൗമി, ഇജാൽനി നിങ്ങൾ എന്നെ ആക്കണം, ഇമാമ ഖൗമി എൻ്റെ ഖൗമിൻ്റെ ഇമാം. എൻ്റെ ഖൗം പറഞ്ഞാൽ ആരാ? ആരാ? സഖീഫ് ഗോത്രം. സഖീഫ് ഗോത്രം. സഖീഫ് ഗോത്രത്തിൻ്റെ ഇമാമാക്കി നിങ്ങൾ എന്നെ നിശ്ചയിക്കണം. അവർ മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞാണ് റസൂലുള്ളാഹിനോട്, സഖീഫ് ഗോത്രം വന്ന് പിന്നെ മടങ്ങിപ്പോകുമ്പോൾ ഇദ്ദേഹം പറയാണ്, ഇജാൽനി ഇമാമ ഖൗമി. ഫഖാൽ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത ഇമാമുഹും, അൻത ഇമാമുഹും, നിങ്ങൾ അവരുടെ ഇമാമാണ്, സഖീഫ് ഗോത്രത്തിൻ്റെ ഇമാമാണ്. വഖ്തദി ബി അദ്അഫിഹിം, വഖ്തദി നിങ്ങൾ പിൻപറ്റണം, ബി അദ്അഫിഹിം അവരിലെ ഏറ്റവും ദുർബലന്, അവരിലെ ഏറ്റവും ദുർബലന് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വഖ്തദി ബി അദ്അഫിഹിം, ഇദ്ദേഹത്തെ ഇമാമായി നിശ്ചയിച്ച് ഇനി അദ്ദേഹം എങ്ങനെ നിസ്കരിക്കണം എന്ന് റസൂലുള്ള പറയാണ്. അപ്പോൾ നല്ല കരുത്തന്മാരുണ്ടാവും മഅ്മൂമീങ്ങളിൽ, വയസ്സായവരുണ്ടാവും, ദുർബലരുണ്ടാകും, രോഗികളുണ്ടാവും. മനസ്സിലല്ലേ? നിസ്കാരം എത്ര ലോങ്ങാക്കാം, എത്ര ദീർഘിപ്പിക്കാം, ദീർഘിപ്പിക്കേണ്ട തോത് മനസ്സിലാക്കുകയാണെങ്കിൽ അതിലെ ദുർബലനെ നോക്കണം. അയാൾക്ക് എത്ര താങ്ങാൻ കഴിയും അത്രയും നിസ്കരിക്കാവൂ. അതാണ് പറഞ്ഞാൽ മനസ്സിലായ? അതായത് വഖ്തദി ബി അദ്അഫിഹിം അവരിലെ ദുർബലനെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നോക്കുക. അപ്പോൾ ചിലവർക്ക് അരമണിക്കൂറൊക്കെ നിസ്കരിക്കണം, മാഫി മുഷ്കില. ചിലർക്ക് അങ്ങനെയല്ല, 5 മിനിറ്റ് തന്നെ കഴിഞ്ഞ മൂപ്പര് ഡൗൺ ആവും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ നോക്കിയിട്ട് ആ 5 മിനിറ്റ് നിസ്കരിച്ചാൽ മതി എന്നർത്ഥം. അതായത് ദുർബലനെ പരിഗണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. വഖ്തദി ബി അദ്അഫിഹിം, ഇമാമിന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കൂട്ടത്തിൽ ദുർബലരായ ആളുകൾ, രോഗികളൊക്കെ ഉണ്ട് എങ്കിൽ നിസ്കാരം ദീർഘിപ്പിക്കാൻ പാടുള്ളതല്ല, അവർക്ക് വേണ്ടിയിട്ട് നമസ്കാരം ചുരുക്കണം. അതാണ് വഖ്തദി ബി അദ്അഫിഹിം. വത്തഖിദ് മുഅദ്ദിനൻ, നിങ്ങളൊരു മുഅദ്ദിനെ സ്വീകരിക്കണം. ഇമാമല്ലേ, ഇമാമാണ് ഇദ്ദേഹം, അപ്പോൾ മുഅദ്ദിന് വേണം, നിങ്ങളൊരു മുഅദ്ദിനെ സ്വീകരിക്കണം. എങ്ങനെയുള്ള മുഅദ്ദിൻ? ലാ യഖുദു അലാ അദാനിഹി അജ്റ, ലാ യഖുദു അയാൾ സ്വീകരിക്കാൻ പാടില്ല, അലാ അദാനിഹി തൻ്റെ ബാങ്കിന് അജ്റൻ കൂലി. അപ്പോൾ ബാങ്കിന് കൂലി സ്വീകരിക്കാത്ത വ്യക്തിയെ നിങ്ങളൊരു മുഅദ്ദിനായിട്ട് സ്വീകരിക്കുകയും വേണം. മുഷ്കില, അത് മുഷ്കില. ഇതുവരെ പറഞ്ഞ് മനസ്സിലായി, ഇത് കുറച്ച് അടുങ്ങാറുണ്ട് മനസ്സിലാക്കാം അല്ലേ? എന്താണ് പറഞ്ഞത്? ഏത് നാട്ടിലും കിട്ടൂല. അതായത് ഇവിടെ ഈ ഹദീസിൽ കുറേ 1-2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇജാൽനി ഇമാമ ഖൗമി എന്നാണ്. ഇവിടെ നേതൃത്വം ചോദിച്ചു വാങ്ങാണ്. നേതൃത്വം ചോദിച്ചു വാങ്ങാൻ പാടുണ്ടോ? നേതൃത്വം ഇസ്ലാമിൽ നേതൃത്വം ചോദിച്ചു വാങ്ങാൻ പാടുള്ളതല്ല. ചോദിച്ചു വരുന്നവർക്ക് നേതൃത്വം കൊടുക്കാനും പാടില്ല, നേതൃത്വം കൊടുക്കാനും പാടുള്ളതല്ല. വിശിഷ്യ ദുനിയാവിൻ്റെ വിഷയത്തിൽ ദുനിയാവിൽ ആർത്തി കാണിച്ച് നേതൃത്വം ചോദിക്കുന്നവർക്ക് നേതൃത്വം കൊടുക്കാൻ പാടുള്ളതല്ല. ഇവിടെ ഇദ്ദേഹം ഇജാൽനി ഇമാമ ഖൗമി എന്ന് അദ്ദേഹം പറയാൻ കാരണം, ഒരാൾ ഒരു പദവിക്ക് യോഗ്യനാണ്, ആ നാട്ടിൽ അയാളുടെ പദവിക്ക് യോജിച്ച ഒരാളില്ല, ആ പദവി അയാൾ ഏൽപ്പിക്കൽ അനിവാര്യവുമാണ് എങ്കിൽ അയാൾക്ക് ആ പദവി ചോദിച്ചു വാങ്ങാം. നേതൃത്വം ചോദിക്കാൻ പാടില്ല എന്നുള്ളതൊരു പൊതു ഫത്വല്ല, അത് ഈ ദുനിയാവിന് ആർത്തിയുള്ളവരുടെ വിഷയത്തിലുള്ള പ്രത്യേക ഒരു വിഷയമാണ്. എന്നാൽ ഒരു സ്ഥാനം, ആ സ്ഥാനത്തിനൊരു വ്യക്തി യോഗ്യനാണ്, അവിടെ മറ്റൊരാളും ഇല്ല, ആ സ്ഥാനം ഇയാൾ അലങ്കരിച്ചിട്ടില്ല എങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മസ്ലഹത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ചോദിച്ചു വാങ്ങാം. ഏതുപോലെ ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പോലെ. എന്താ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഇജാൽനി അലാ ഖസാഇൻ അൽ അർദ്, രാജാവിനോട് പറയാണ്, ഭൂമിയിലെ ഖജനാവുകളുടെ മേൽനോട്ടം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. നേതൃത്വം ചോദിച്ചു വാങ്ങാൻ. കാരണം എന്താ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ് ഈജിപ്റ്റ് എന്ത് ചെയ്യാണ്? തകരാൻ പോവുകയാണ്, സാമ്പത്തികമായിട്ട് തകരാൻ പോവുകയാണ്. ഈ തകരാൻ പോകുന്ന സാമ്പത്തിക വ്യവസ്ഥ ഏറ്റെടുക്കാൻ അവിടെ വേറൊരാളുമില്ല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് യോഗ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് ചോദിച്ചു വാങ്ങിയത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ദുനിയാവിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ ആഖിറത്തിന് വേണ്ടിയിട്ട്, പൊതു നന്മക്ക് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇജാൽനി അല ഇമാമ ഖൗമി, എൻ്റെ ഖൗമിൻ്റെ ഇമാമത്ത് നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. റസൂലുള്ള അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കാരണം റസൂലുള്ളാഹിൻ്റെ കൂടെ അദ്ദേഹം നടന്ന സമയത്ത് അദ്ദേഹത്തെ റസൂലുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത്, അപ്പോൾ റസൂലുള്ള പറഞ്ഞാൽ അൻത ഇമാമുഹും, നിങ്ങൾ അവരുടെ ഇമാമാണ്. വഖ്തദി ബി അദ്അഫിഹിം ഉണ്ടോ?
ആളെ നോക്കണം മമ്മൂമീങ്ങളെ. ദുർബലരായ ആളുകളുണ്ടെങ്കിൽ നിസ്കാരം വേണ്ട എന്ന് നീട്ടിക്കൊണ്ടാൻ പാടില്ല. പിന്നെ വത്തഹിദ് മുഅദ്ദിനൻ ലാ യഅഖുദു അലാ അദാനിഹി അജ്റാ എന്നാണ്. അദാനിന് കൂലി വാങ്ങാത്ത സ്വീകരിക്കാത്ത ഒരു മുഅദ്ദിനെ നിങ്ങൾ സ്വീകരിക്കും വേണമെന്നാണ്. അയാളെ അതെന്താ മസ്അല? ഒരാൾ ഇമാമത്ത് നിൽക്കാൻ അയാൾ പറയണം, ഞാൻ ഇമാമ് നിൽക്കാം, എനിക്ക് ഇത്ര കിട്ടണം, ഞാൻ ബാങ്ക് കൊടുക്കാം, എനിക്ക് ഇത്ര കിട്ടണം. ഇങ്ങനെ ചോദിക്കുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അതേസമയം ഒരു പള്ളിയിൽ ഒരു ബാങ്കിയെ വേണം, ഒരു ഇമാമിനെ വേണം, പള്ളി നോക്കിക്കൊണ്ടെടുക്കാൻ ഒരാളെ വേണം, അതിനൊരാൾ അത്യാവശ്യമാണ്. അത്തരം ഒരു വ്യക്തിക്ക് അയാൾ അതിന് പീറാച്ചിയല്ല എങ്കിൽ കമ്മിറ്റിക്കാർക്ക് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് പ്രശ്നമല്ല, ഒരു സംഖ്യ നിശ്ചയിക്കുന്നതിന് പ്രശ്നമല്ല. ബൈത്തുൽ മാൽ ഉണ്ടെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നൊരു സാലറി നിശ്ചയിക്കുന്നതിന് പ്രശ്നമല്ല. അതേപോലെ തന്നെ ഔക്കാഫ് ഉണ്ടെങ്കിൽ ഔക്കാഫിൽ നിന്നൊരു സംഖ്യ കൊടുക്കുന്നതിന് പ്രശ്നമല്ല. അതേസമയം ഒരു വ്യക്തിയോട് ബാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞാൽ, നമ്മളെ പള്ളിയിലൊരു ബാങ്കില്ല, അപ്പോൾ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് നിശ്ചയിക്കണം എന്ന് പറയുമ്പോൾ അയാൾ ബാങ്കിന് എനിക്ക് ഇത്രയാണ് കിട്ടേണ്ടത്, ഇന്നലെ ഞാൻ ബാങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അമ്മാതിരി ആളുകളെ സ്വീകരിക്കാൻ പാടില്ല. അത് ഇമാമത്തിൻ്റെയും വിഷയം അങ്ങനെ തന്നെയാണ്. അതില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഒരാൾക്ക് അയാളുടെ എല്ലാ ഇടപാടും നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം, ബാങ്ക് കൊടുക്കാനായിട്ട് അതേപോലെ ഇമാമത്തിനായിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ശരീരം ഇതിന് ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ, അദ്ദേഹം ആ ജോലി നോക്കിയിട്ട് പള്ളി നോക്കി നടത്തുകയാണ് എങ്കിൽ ഔക്കാഫിൽ നിന്നോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നോ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു സംഖ്യ മാസാമാസം അല്ലെങ്കിൽ അതിനനുസരിച്ച് നൽകാവുന്നതാണ്. പക്ഷേ ഇതെന്താണ്, അയാൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനത്തെ അത് പാടുള്ളതല്ല, അത് പ്രയാസകരമായൊരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ യഅഖുദു അലാ അദാനിഹി അജ്റ എന്നാണ്. തൻ്റെ ബാങ്കിന് കൂലി സ്വീകരിക്കാത്ത ഒരു മുഅദ്ദിനെ സ്വീകരിക്കുകയും ചെയ്യുക. അഖ്റജഹുൽ ഖംസ, ഈ ഹദീസ് ഖംസത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം അഹ്മദും സുനനുൽ അർബഅൻ്റെ ആളുകളും. ഹസനഹു തുർമുദി വസഹഹഹു അൽ ഹാക്കിമു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.